ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ പൊരുത്തക്കേടിൽ കരാർ കമ്പനിയുമായി യോഗം വിളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുഴുവൻ കണക്കുകളുമായി എത്താനാണ് നിർദ്ദേശം. ഈ മാസം 17-നാണ് യോഗം. ബോർഡിനായി ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനവും യോഗത്തിൽ പങ്കുചേരും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഈ കണക്കുകളുടെ ആകെയുള്ള പൊള്ളത്തരം വെളിവാക്കുന്ന വാർത്തകളാണ് രാവിലെ മുതൽ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിനപ്പുറത്തുള്ള ധൂർത്ത് വളരെ പ്രകടവുമാണ്. ഈ അടിയന്തര യോഗം എന്തിനാണ്? മാധു, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകളാണുള്ളത്. നേരത്തെ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കും ഈ സംഗമം നടത്തുക എന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും പ്രഖ്യാപനം. അതിന് വിരുദ്ധമായി 3,40,00,000 രൂപയാണ് ഈ സംഗമം നടത്തുന്നതിന് ദേവസ്വം ബോർഡിന് ചെലവാക്കേണ്ടി വന്നത്. ഹൈക്കോടതി ഇതിൽ വിശദീകരണം തേടിയതോടുകൂടിയാണ് അടിയന്തരമായി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ മാസം 17-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് കരാർ കമ്പനിയുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ പൊരുത്തക്കേടുകൾ എങ്ങനെ പരിഹരിക്കാം എന്നതായിരിക്കും പ്രധാനമായും ഈ യോഗത്തിന്റെ അജണ്ട. ഒപ്പം ദേവസ്വം ബോർഡിനായി ഓഡിറ്റിംഗ് നടത്തിയ സ്വതന്ത്ര സ്ഥാപനമായ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപനത്തെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 3,40,00,000 രൂപ ബോർഡിന് ചെലവായി. ഈ നഷ്ടം പരിഹരിക്കാൻ ഈ കരാർ കമ്പനിയുമായി ഒരു നെഗോഷിയേഷൻ, അതിലേക്കായിരിക്കും പ്രധാനമായും ദേവസ്വം ബോർഡ് പോകുന്നത്. ഒപ്പം പല ആളുകൾക്കും ഇനിയും പൈസ ദേവസ്വം ബോർഡ് കൊടുക്കാനുണ്ട്. ഇക്കാര്യത്തിലടക്കം എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ അറിയേണ്ടത്. ഓഡിറ്റിംഗ് നടത്തിയ സ്ഥാപനം ഏകദേശം 6 കോടിയോളം രൂപ ഈ അയ്യപ്പ സംഗമത്തിനായി ചെലവായി എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ബോർഡിനുണ്ടായ നഷ്ടം പരിഹരിക്കുക ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതുൾപ്പെടെ പരിഹരിച്ച് വേണം ഈ മാസം 27-ാം തീയതിക്കകം ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഒരു അടിയന്തര യോഗം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ കണക്ക്, ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് മുഴുവൻ കണക്കുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതൊരു കൗതുകമാണ്.